ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഗവൺമെൻറ് എടുത്തിട്ടുള്ള പിണറായി സർക്കാർ എടുത്തിട്ടുള്ള നടപടികളെക്കുറിച്ച് സമഗ്രമായി നമ്മളിവിടെ ഒന്ന് വിശകലനം ചെയ്യുകയാണ്. അതിൻ്റെ ഒരു അവലോകനമാണുള്ളത്. അതിൽ ഏറ്റവും ഒടുവിലത്തെ സംഭവങ്ങൾ മുതൽ നമുക്ക് പുറകിലോട്ട് പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് രാധിക ശരത് കുമാർ എന്ന് പറയുന്ന പ്രമുഖയായിട്ടുള്ള നടി. അവർ നിരവധി സിനിമകളിൽ വർഷങ്ങളായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. കൂടാതെ തമിഴിൽ ഏറ്റവും പ്രബലനായിട്ടുള്ള ശരത് കുമാറിൻ്റെ ഭാര്യ കൂടിയാണ്. ശരത് കുമാർ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെ വന്ന് രാമലീല, അതുപോലെ തന്നെ പവി കേട്ടേക്കർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ദിലീപ് സിനിമകളിൽ അഭിനയിച്ചിരുന്നു. അപ്പോൾ അതിൽ ഒരു സിനിമയുടെ സെറ്റിൽ മറ്റൊരു സിനിമയിൽ കൂടി അവർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിനിമയുടെ സെറ്റിൽ ചെന്നപ്പോൾ ആ സെറ്റിൽ ചില നടികളുടെ പേരെഴുതിയിട്ടുള്ള ഫോൾഡറുകൾ ലാപ്ടോപ്പിലിട്ട് ആ ഫോൾഡറുകളിൽ ക്ലിക്ക് ചെയ്ത് തുറന്നു നോക്കുമ്പോൾ അവരുടെ നഗ്നചിത്രങ്ങൾ വരുന്നത് കണ്ട് ഇവർ ഞെട്ടിപ്പോയി എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് സെറ്റിലിരിക്കുന്ന ആണുങ്ങളൊക്കെ കൂടിയിട്ട് ഈ ചിത്രങ്ങൾ എങ്ങനെ വന്നു എന്നുള്ളതാണ് അടുത്ത ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. അത് ഈ പറയുന്ന ക്യാരവനുകൾ കുറേ കൂടി സുരക്ഷിതമാണ്, അതുകൊണ്ട് ക്യാരവൻ ഇല്ല എന്നുള്ളതാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊക്കെ പരാതിയായിട്ട് തോന്നിയിരുന്നതെങ്കിൽ ഇപ്പോൾ ക്യാരവനിൽ തന്നെ ഇവർ ഒളിക്യാമറകൾ വെക്കുകയും അങ്ങനെ ഈ നടികളുടെ സ്വകാര്യ ഭാഗങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്തെടുക്കുകയും അതിട്ട് കാണുകയും ചെയ്തു എന്നുള്ളതാണ് രാധിക ശരത് കുമാർ പറഞ്ഞിട്ടുള്ളത്. ഇവർ ചോദിച്ച അടുത്തൊരു ചോദ്യം കൂടിയുണ്ട്. ആ ചോദ്യം മലയാളികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സംസ്കാരമുള്ളവരാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതങ്ങനെയല്ല എന്നുള്ളതാണ് അവർ നമ്മളോട് വിളിച്ചു പറയുന്നൊരു കാര്യം. അവരിത് ഓൺ ദ റെക്കോർഡായി ഏഷ്യാനെറ്റിൻ്റെ ലേഖകനോട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാൾ 10 മടങ്ങ് ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ ഓഫ് ദ റെക്കോർഡായി കൂടി അവർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം കണ്ട് ഞെട്ടിപ്പോയി അവർ ചെരിപ്പനടിക്കുമെന്നും ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞൊക്കെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ സർക്കാർ ഈ കാര്യത്തിൽ എന്ത് നിലപാടാണ് എടുത്തിട്ടുള്ളത്, CPM എന്ത് നിലപാടാണ് എടുത്തിട്ടുള്ളത്, പിണറായി സർക്കാർ എന്ത് നിലപാടാണ് എടുത്തിട്ടുള്ളത്, കോടതികൾ എന്ത് നിലപാടുകളാണ് എടുക്കുന്നത്, നമുക്കിപ്പോൾ പ്രത്യേകിച്ചുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട്, ആ ടീം ഇതിനെ അട്ടിമറിക്കാനാണോ അതോ ഇത് കൃത്യമായ അന്വേഷണം നടത്താനാണോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് സമഗ്രമായി ഒന്ന് വിശകലനം ചെയ്യുകയാണ് ഈ വീഡിയോയിൽ. ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ നടന്നിട്ടുള്ള മുകേഷ് MLA രാജി ആവശ്യപ്പെട്ട് നടക്കുന്ന സമരത്തിലേക്ക് വരാം. ഇത് മുകേഷ് MLA രാജിവെക്കണമെന്ന് ചോദിച്ചാൽ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജിവെക്കേണ്ടതാണ്. ആനി രാജ അതിൽ അഭിപ്രായം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രകാശ് കാരാട്ടിൻ്റെ ഭാര്യയായിട്ടുള്ള ബൃന്ദ കാരാട്ട് അതിനകത്ത് ലേഖനം എഴുതിയിട്ടുണ്ട്, പറയാതെ പറഞ്ഞിട്ടുണ്ട് മുകേഷ് രാജിവെക്കണം. കാരണം കോൺഗ്രസ്സുകാർ ഉയർത്തുന്ന ഡിഫൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ CPM ഉയർത്തുന്ന ഡിഫൻസ് പ്രതിരോധം എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസിൻ്റെ 2 MLA മാർ, ഒന്ന് വിൻസെൻറ്റും അതുപോലെ എൽദോസ് കുന്നപ്പള്ളിയും, ഇവർക്കെതിരെയൊക്കെ ഒരു സ്ത്രീ പീഡന ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ അവരൊന്നും രാജിവെച്ചില്ലല്ലോ എന്നാണ്. പക്ഷെ അവർ രാജിവെച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ രാജിവെക്കാതിരിക്കണം എന്നില്ല എന്നുള്ളതാണ് ബൃന്ദ കാരാട്ടൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ കാര്യത്തിൽ ഈ ഹേമ കമ്മിറ്റിയുടെ കാര്യത്തിൽ CPM മാത്രമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും യാതൊരു വിധത്തിലുള്ള ആത്മാർത്ഥതയും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ നാണിച്ച് സമരം ചെയ്യുന്നത് ഈ മുകേഷ് രാജിവെക്കണം എന്നുള്ളൊരു കാര്യത്തിൽ മാത്രമാണ്. സത്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് ഉത്തരവിടണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമരവും നമ്മൾ ഇതേവരെ കണ്ടില്ല. അങ്ങനെ കാണാത്തതിൻ്റെ പിന്നിലെ കാര്യം ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ ഈ താരങ്ങൾ എന്നറിയപ്പെടുന്ന നായകർക്കൊക്കെ എല്ലാ തരത്തിലുള്ള ആളുകളുമായിട്ടും വലിയ സൗഹൃദമാണ് എന്നുള്ളതാണ്. ഇപ്പം രഞ്ജിത്ത് രാജിവെക്കേണ്ട ആവശ്യം വന്നപ്പോൾ തന്നെ VD സതീശൻ പറയുന്നത് നമ്മൾ കേട്ടു, രാജിവെച്ചാൽ കൊള്ളാം, സുഹൃത്താണ് രഞ്ജിത്ത് എന്ന് പറയുന്നത് കേട്ടു. ഇപ്പം തന്നെ നമ്മുടെ മുകേഷിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നത് രാജിവെക്കുന്നതാണ് ഉചിതം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വാക്കുകളുടെ മയപ്പെടുത്തലൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. മുകേഷിനെക്കുറിച്ച് വരുന്ന ആരോപണങ്ങളെക്കുറിച്ച് BJPയുടെ നേതാവും അതുപോലെ സർവോപരി മറ്റേ മോദിയുടെ വലങ്കയും എന്നൊക്കെ അദ്ദേഹം തന്നെ ഭാവിക്കുന്ന സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത്, ഇത് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത റിപ്പോർട്ടാണ്, നിങ്ങളുടെ സൃഷ്ടിയാണ്, ഈ അതിജീവിതകൾ നടത്തുന്ന വെളിപ്പെടുത്തലുകളൊക്കെ മാധ്യമങ്ങളുടെ തീറ്റയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇതിനകത്ത് ആത്മാർത്ഥതയില്ല. പക്ഷേ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ രോഷമുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മളുടെ രോഷം അടപ്പിക്കാനുള്ള ചില തട്ടിപ്പ് പരിപാടികൾ മാത്രമാണ് ഇവരിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് മുകേഷിൻ്റെ രാജിയിലേക്ക് ഒരുങ്ങുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല. പുറത്ത് വരണമെന്ന് നമ്മുടെ രാഷ്ട്രീയക്കാർക്കും ആഗ്രഹമില്ല. അത് 96ാമത്തെ ഖണ്ഡികയിലുള്ളൊരു കാര്യമാണ്. ആ 96ാമത്തെ ഖണ്ഡിക പറയുന്നത്, On analysis of the evidence placed before us, we are satisfied that women face sexual harassment even from the very well-known people in the film industry who were named before the committee. No reason to disbelief എന്നാണ്.
എന്ന് പറഞ്ഞാൽ ഇത് അണ്ടർലൈൻ ചെയ്തിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഞങ്ങളുടെ മുമ്പിൽ കിട്ടിയിട്ടുള്ള തെളിവുകളെല്ലാം അനലൈസ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഇത് അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി സിനിമാ മേഖലയിൽ സ്ത്രീകൾ അതിഭീകരമായിട്ടുള്ള ലൈംഗികമായ അതിക്രമങ്ങൾ നേരിടുന്നുണ്ടെന്നും അത് ചെയ്യുന്നതിന് പിന്നിൽ വളരെ വെൽ നോൺ ആയിട്ടുള്ള വളരെ അറിയപ്പെടുന്ന പല താരങ്ങളും അതായത് എൻഡ് ഇൻഡസ്ട്രിയിലെന്നും അവർ അസന്നിഗ്ധമായി എഴുതി വെച്ചേക്കാണ്. ഈ പേരുകൾ ഹേമ കമ്മിറ്റിയോട് അവർ പുറത്തു പറഞ്ഞിട്ടുണ്ടെന്നും ഈ പറയുന്ന അതായത് ഈ അതിജീവിതകളുടെ വാക്കുകളെ അവിശ്വസിക്കേണ്ട ഒരു കാരണവും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നുമാണ് 96-ാമത്തെ പാരഗ്രാഫിൽ എഴുതി വെച്ചേക്കുന്നത്. പക്ഷേ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കൂടി ജനങ്ങൾ അറിയണം. ഇപ്പോൾ 376(1) എന്ന് പറയുന്ന ഒരു വകുപ്പിട്ട്, അതായത് ബലാത്സംഗത്തിന് വകുപ്പിട്ട് കേസെടുത്തിരിക്കുന്ന ഒരു കേസിൽ സാധാരണ കോടതികൾ അറസ്റ്റ് തടയാറില്ല. പക്ഷേ ഒരു കോടതി അതായത് അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. അത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജായിട്ടുള്ള ഹണി എം വർഗീസിൻ്റെ കോടതിയാണ്. ആ കോടതി ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇനി അടുത്ത തവണ അത് മിക്കവാറും പരിഗണിക്കുമ്പോഴേക്കും ജാമ്യം തന്നെ കൊടുത്തേക്കാം എന്നുള്ളതാണ് ചില ആളുകൾ, ചില നിരീക്ഷകരൊക്കെ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അനിൽ അക്കര എന്ന് പറയുന്ന മുൻ MLA ഹൈക്കോടതി രജിസ്ട്രാർക്ക് തന്നെ പരാതി കൊടുത്തിരിക്കുകയാണ്. കാരണം ഈ ഹണി എം വർഗീസ് എന്ന് പറയുന്ന പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിക്ക് ഇത് കേൾക്കാൻ പാടില്ല എന്നും അവർ ഒരു പഞ്ചായത്തിൽ നിന്ന് ഇലക്ഷനിൽ CPMൻ്റെ ഒരു കാൻഡിഡേറ്റായി മത്സരിച്ചതാണെന്നും കൂടാതെ അവരുടെ ഫാദർ എന്ന് പറയുന്നത് വർഗീസ് എന്ന് പറയുന്നത് ഇപ്പോൾ തൃശ്ശൂരിൽ ഈ പറയുന്ന CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇത് എൻ്റെ ആരോപണമല്ല കേട്ടോ. കാരണം എൻ്റെ അടുത്ത് ഇനി ആരും കുതിര കയറാനോ കോടതി കേസെടുക്കാനോ ഒന്നും വരില്ല. കാരണം ഇത് അനിൽ അക്കരെ കൊടുത്തിട്ടുള്ള ഒരു കാര്യമായി ഇന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുകൊണ്ട് തന്നെ ഇനി അടുത്തൊരു കാര്യം, അതുകൊണ്ടാണ് ഈ പറയുന്ന ഫേവറബിൾ ആയിട്ടുള്ള, അതായത് ഇവർക്ക് പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരിക്കും എന്നുള്ളതാണ് അനിൽ അക്കരെ പരാതി കൊടുത്തിട്ടുള്ളത്. ഇതേ കോടതി തന്നെയാണ് നമ്മുടെ നടി പീഡിപ്പിക്കപ്പെട്ട, അതായത് നടി റോട്ടിൽ വെച്ച് ആദ്യമായിട്ട് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുക്കപ്പെട്ട കേസും കൈകാര്യം ചെയ്യുന്നത് ഇതേ കോടതിയാണ്. ഈ കോടതിയിൽ നടന്നിട്ടുള്ള ചില സംഭവ വികാസങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് 2 കൊല്ലം മുമ്പ് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ. അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ തംബ്നെയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നീതി ദേവത കൂറുമാറുമ്പോൾ എന്നാണ് ആ വീഡിയോ. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യങ്ങൾ എൻ്റെ അഭിപ്രായമല്ല, അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. ആ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഇതിൻ്റെ ഒന്നും പുറകെ നടക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഏറ്റവും ആദ്യം നമുക്കറിയാം 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാരുണ്ടായി. അതിലേറ്റവും ആദ്യത്തേത് സുരേശൻ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം രാജിവെച്ച് പോകുമ്പോൾ അദ്ദേഹം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ എഴുതി കൊടുത്തേക്കണത് ഈ കോടതിയിൽ നിന്ന് നീതി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതി കൊടുത്തിട്ട് പോയി എന്നാണ് ജയശങ്കർ പറയുന്നത്. അതിനുശേഷം ഇവർക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ഈ ജഡ്ജിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഹൈക്കോടതിയിലേക്ക് ഒരു അപേക്ഷയുമായി പോയി. പക്ഷേ ഹൈക്കോടതി ഇവരെ സമാശ്വസിപ്പിച്ച് അയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട, ഇതൊക്കെ ജഡ്ജി ആകുമ്പോൾ ചിലപ്പോൾ ചൂടാവും, ദേഷ്യപ്പെടും എന്നൊക്കെ പറഞ്ഞ് അയക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ ഈ ജഡ്ജിയുടെ കോടതിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കോടതി ഇതിൽ വരുന്ന ഈ വാദിഭാഗത്തു നിന്ന് വരുന്ന സാക്ഷികളെയും വാദികളെയും ഒക്കെ തന്നെ അപഹസിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യുകയും അവരോട് പലപ്പോഴും ദേഷ്യപ്പെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. ജയശങ്കർ സാറിനോട് ഈ പറയുന്ന PT തോമസ്, അന്തരിച്ചു പോയ PT തോമസ് സാർ തന്നെ ഇത് നേരിട്ട് ഈ അവഹേളനത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ സൈബർ ഗുണ്ടകളൊക്കെ തന്നെ ഈ പറയുന്ന സുരേഷിനെതിരെ അദ്ദേഹത്തിന് പ്രോസിക്യൂഷൻ നടത്താൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ചില ന്യായീകരണ ക്യാപ്സൂളുകളൊക്കെ ആയിട്ട് രംഗത്തിറങ്ങിയിരുന്നു. പക്ഷേ അദ്ദേഹം ശരിക്കും സൗമ്യ വധക്കേസിൽ ഗോവിന്ദച്ചാമിക്ക് ശിക്ഷ മേടിച്ചു കൊടുത്തിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള ഒരു അഡ്വക്കേറ്റാണ്. പക്ഷേ ഇത് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് അദ്ദേഹം ഇട്ടിട്ട് പോയത്. അദ്ദേഹം രാജിവെച്ച് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അനിൽകുമാർ എന്ന് പറയുന്ന ഒരു അഭിഭാഷകനാണ് ഇത് ചാർജ് എടുത്തത് ഈ കേസിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട്. അപ്പോൾ അങ്ങനെ ചാർജ് എടുത്തതിന് ശേഷം അദ്ദേഹം CBIയിലൊക്കെ തന്നെ പ്രോസിക്യൂട്ടറായിരുന്നു. ആ ചാർജ് എടുത്ത അദ്ദേഹവും കുറച്ച് കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യം 2 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഏറ്റവും ആദ്യത്തെ ദിവസം തന്നെ അദ്ദേഹവും ഈ പറയുന്ന ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെ അവിടെ നിന്ന് രാജിവെച്ച് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഇത് കൂടാതെ ഈ കോടതി തന്നെ നടത്തിയിട്ടുള്ള വലിയൊരു പരാമർശങ്ങൾ, വലിയൊരു ഉത്തരവുണ്ട്. ആ ഉത്തരവ് സാധാരണ നമ്മുടെ സ്ത്രീപീഡന കേസുകളിൽ ഒക്കെ തന്നെ ഈ ഇരകളുടെ, അതായത് നമ്മളിപ്പോൾ അതിജീവിതകളുടെ
ഒരു പേരുകളോ അല്ലെങ്കിൽ മറ്റു വിവരങ്ങളോ ഒക്കെ പുറത്തേക്ക് വിടുന്നത് അവർക്ക് അപമാനകരമാണ് എന്നുള്ളത് കൊണ്ട് പലപ്പോഴും അങ്ങനെ പുറത്തേക്ക് വിടാറില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സ്വകാര്യത സംരക്ഷിക്കാറുണ്ട്. പക്ഷേ ഇവിടെ വളരെ അത്ഭുതകരമായൊരു സംഭവം സംഭവിച്ചത്, പ്രതികൾ തന്നെ ഈ കോടതി നടപടികളൊന്നും പുറത്ത് റിപ്പോർട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞൊരു അപേക്ഷയുമായി ചെല്ലുകയും ആ അപേക്ഷ പ്രമാണിച്ച് ഇതേ കോടതി തന്നെ പെട്ടെന്ന് തന്നെ ഒരു ഉത്തരവിടുകയും ചെയ്തു. ആ ഉത്തരവിട്ടത് ഇനി അതുകൊണ്ട് തന്നെ പിന്നീട് മാധ്യമങ്ങൾക്കോ മനോരമക്കോ മാതൃഭൂമിക്കോ ഈവൻ റിപ്പോർട്ടറിനോ 24 ന്യൂസിനോ ഏഷ്യാനെറ്റിനോ ഒന്നും തന്നെ ഈ കോടതി നടപടികളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കും എത്തി. അപ്പോൾ അതൊക്കെ തന്നെ ഈ ജഡ്ജിക്ക് കൂടുതൽ സൗകര്യമുണ്ടാക്കി എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ആ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് കോടതികളിൽ നടക്കുന്നതെങ്കിൽ ഇനി നമ്മൾ സർക്കാരിൻ്റേതായിട്ടുള്ള ഒരു അന്വേഷണ കമ്മിറ്റി ഉണ്ടല്ലോ, അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ആ ടീമിൻ്റെ ഒരു വിശ്വാസ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ആ ടീമിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ച് അഡ്വക്കേറ്റ് KM ഷാജഹാൻ എന്ന് പറയുന്ന VS അച്യുതാനന്ദൻ്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പരാമർശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഈ അന്വേഷണ കമ്മിറ്റിയിൽ ഒന്നാമത്തെ ആളെന്ന് പറയുന്നത്, ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് G. സ്പർജൻ കുമാറാണ്. അദ്ദേഹം ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസാണ്. രണ്ടാമത്തെ ആൾ അജിത ബീഗമാണ്, അദ്ദേഹം DIG ആണ്. മൂന്നാമത്തേത് ശ്രീമതി മെറിൻ ജോസഫാണ്, SP ക്രൈംബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സിലെ SP ആണ്. നാലാമത്തേത് ശ്രീമതി G. പൂങ്കുഴലിയാണ്. അഞ്ചാമത്തേത് ശ്രീമതി ഐശ്വര്യ ഡോങ്ക്രയാണ്. ആറാമത്തേത് ശ്രീ അജിത് V ആണ്. ഏഴാമത്തേത് ശ്രീ S. മധുസൂദനാണ്. ഇനി അദ്ദേഹം മധുസൂദനൻ എന്ന് പറയുന്നത് SP ക്രൈംബ്രാഞ്ചാണ്. നമുക്ക് ഇവരിൽ ഓരോരുത്തരായിട്ടൊന്ന് പരിശോധിക്കാം, ഇവരെത്രത്തോളം വളരെ കൃത്യമായ ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥരാണെന്നൊന്ന് പരിശോധിക്കാം. ഇതിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഷാജഹാൻ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഈ മധുസൂദനൻ എന്ന് പറയുന്നത് അദ്ദേഹം മാസങ്ങൾക്ക് മുമ്പ് ട്രിവാൻഡ്രം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിയമന കത്ത് വിവാദം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ കത്ത് വിവാദം നടന്നത് പാർട്ടിയോട് ഇതിലേക്ക് ആരെയൊക്കെ നിയമിക്കണമെന്ന് പറഞ്ഞ് മേയർ കത്ത് ചോദിക്കുകയൊക്കെ ചെയ്യുകയും പിന്നെ ആനാവൂർ നാഗപ്പൻ്റെ ഒരു കത്ത് വരികയൊക്കെ ചെയ്തതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള വലിയ വിവാദമായിരുന്നു. ആ വിവാദം അന്വേഷിച്ചത് ഈ മധുസൂദനാണ്. അദ്ദേഹം അപ്പോൾ കൃത്യമായി അത് ഗവൺമെൻറ്റിന് വേണ്ടി CPMന് വേണ്ടി പണിയെടുക്കും, ചെയ്തു കൊടുക്കും എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ അവിടെ നിയമിച്ചത്. അദ്ദേഹമാണ് ഈ അന്വേഷണത്തിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ ഒരു പ്രമുഖൻ. ഇനി രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ശ്രീ അജിത് V ആണ്. അദ്ദേഹം AIG ആണ്, ലോ ആൻഡ് ഓർഡറിൽ. ഇവരെല്ലാം പ്രധാനപ്പെട്ട പോസ്റ്റുകളിലിരിക്കുന്നവരാണ് കേട്ടോ. ഇതാണ് ആ AIG എന്ന് പറയുന്നത്. അദ്ദേഹം ശിവരാജൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട്, ശിവരാജൻ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കോമഡി കമ്മീഷൻ നമുക്കറിയാമല്ലോ, അതായത് ഉമ്മൻചാണ്ടിയുടെ കേസുകളും സോളാർ കേസും ഒക്കെ അന്വേഷിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ അന്വേഷിച്ചിട്ടുള്ള അദ്ദേഹം നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടവരിൽ ഒരാളാണ്. അങ്ങനെ അന്നത്തെ പിണറായി വിജയൻ്റെ, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന MV ജയരാജൻ്റെ നോട്ട് പ്രകാരം നടപടിയെടുക്കപ്പെട്ട ഒരാളാണ് ശ്രീ അജിത് V എന്ന് പറയുന്നത്. പിന്നീട് മറ്റൊരു പൊൻതൂവൽ കൂടി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഇപ്പോൾ മനോജ് എബ്രഹാം ഒരു ടീമിനെ വെച്ചിട്ട് ഒരു അന്വേഷണം നടത്തിയിരുന്നു. അന്വേഷണം നടത്തിയത് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടുള്ള തീപിടുത്തങ്ങളെക്കുറിച്ചാണ്. അതായത് സ്വർണ്ണക്കടത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവാദമായിട്ടുള്ള ഫയലുകൾ കത്തിപ്പോയിരുന്നല്ലോ. ആ കത്തിപ്പോയതിനെക്കുറിച്ച് അദ്ദേഹം ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിന് ടീമിലും ഉണ്ടായിട്ടുള്ളത് ശ്രീ അജിത് V ആണ്. എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഇംഗിതങ്ങളൊക്കെ അറിഞ്ഞ് പണിയെടുക്കുന്ന, CPMൻ്റെ പിണറായിയുടെയൊക്കെ ഇംഗിതങ്ങൾ അറിഞ്ഞ് പണിയെടുക്കുന്ന ഒരാളാണ് എന്ന് ചുരുക്കം. പിന്നീടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് ശ്രീമതി G. പൂങ്കുഴലിയാണ്. ഈ G. പൂങ്കുഴലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ AIG ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരിൽ ഏറ്റവും ഉന്നതമായ പദവികളിലിരിക്കുന്ന ആളുകളാണ്. ഇവർ 3 അന്വേഷണങ്ങൾ അട്ടിമറിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആരോപണം. അതിലൊന്ന് കുടകര കുഴൽപ്പണ കേസാണ്. കാരണം രാഷ്ട്രീയക്കാരൊക്കെ ഒന്നാണല്ലോ, അപ്പോൾ അത് BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിന് വേണ്ടി കൊണ്ടുവന്ന പണമാണ് എന്നുള്ള ഒരു ആരോപണമൊക്കെ നമ്മൾ കേട്ടിരുന്നു. ആ കേസ് അവർ അട്ടിമറിക്കപ്പെട്ടു. അതിന് ശേഷമുണ്ടായത് വടക്കാഞ്ചേരിയിലൊരു സ്ത്രീ പീഡനം. അത് CPMൻ്റെ ഒരു കൗൺസിലറായിട്ടുള്ള ജയന്തൻ എന്ന് പറയുന്ന ഒരാളാണ് അതിനകത്ത് ഉൾപ്പെട്ടിരുന്നത്. ആ കേസും ഇവരുടെ മേൽനോട്ടത്തിലാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ആ കേസും അട്ടിമറിക്കപ്പെട്ടു. അതിൽ പിന്നെ തെളിവുകളൊന്നും ഉണ്ടായില്ല. പിന്നീട് അന്വേഷണമൊന്നും മുന്നോട്ട് പോയില്ല. പിന്നീട് ഏറ്റവും പ്രമാദമായിട്ടുള്ളൊരു കേസുണ്ട്. വാളയാറിൽ 9ഉം 11ഉം വയസ്സുള്ള 2 പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട കേസുണ്ട്. ആ പീഡിപ്പിക്കപ്പെട്ട കേസിലും NJ സോജൻ എന്ന് പറയുന്ന ഒരു വളരെ മോശപ്പെട്ട ഒരു പോലീസുകാരനാണ് അത് അന്വേഷിച്ചിരുന്നത്. ആ അന്വേഷണത്തിൻ്റെയും മറ്റേ ഏറ്റവും മേൽനോട്ട ചുമതല എന്ന് പറയുന്നത് G. പൂങ്കുഴലിക്കായിരുന്നു. അതും എന്ത് സംഭവിച്ചു എന്ന് പറയേണ്ടതില്ലല്ലോ, അവർക്കൊരു നീതിയും കിട്ടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ അട്ടിമറിക്കുന്നതിൽ വളരെ വിദഗ്ധരാണിവർ എന്നുള്ളതാണ് ആരോപണം വന്നേക്കുന്നത്. പിന്നെ മറ്റൊരാൾ ശ്രീമതി മെറിൻ ജോസഫാണ്. അവരിപ്പോൾ ഏതാണ്ട് 34 വയസ്സുള്ള താരതമ്യേന ചെറുപ്പമായിട്ടുള്ള ഒരു IPS കാരിയാണ്. കുറേ കൂടി നന്നായി പെരുമാറും, കുറേ കൂടി നന്നായി സത്യസന്ധമായൊക്കെ പ്രവർത്തിക്കുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നവരാണ്. പക്ഷെ അവർ
അന്വേഷിച്ചിട്ടുള്ള ഒരു കേസുണ്ട്. അത് കിളികൊല്ലൂർ എന്ന് പറയുന്ന ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു 2 ചെറുപ്പക്കാരെ ആ പോലീസുകാരൊക്കെ കൂടി മർദ്ദിച്ച സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതിലൊന്ന് സൈനികനായിരുന്നു. സൈനികൻ ചേട്ടനാണ്, അനിയനെ വിളിച്ചു വരുത്തുകയാണ് ഈ പോലീസുകാർ ചെയ്തിട്ടുള്ളത്. കാരണം കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രതി, ആ പ്രതിക്ക് ജാമ്യം നിൽക്കണമെന്ന് പറഞ്ഞ് അവിടുത്തെ ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റിയുടെ ഒരു നേതാവൊക്കെ ആയിട്ടുള്ള ഈ പയ്യനെ വിളിച്ചു വരുത്തുന്നു. ആ വിളിച്ചു വരുത്തിയപ്പോൾ അവനിത് സാധ്യമല്ലെന്ന് പറയുമ്പോൾ പോലീസുകാർ ഭീഷണിപ്പെടുത്തുകയും ഇവരോട് വെക്കിട്ട് കയറുകയും ചെയ്തപ്പോൾ ഇത് ചോദിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ചേട്ടൻ സൈനികനാണ്, സൈനികൻ കൂടി ചെല്ലുമ്പോൾ സൈനികനാണെന്നുള്ളതൊന്നും നമ്മുടെ കേരള പോലീസ് നോക്കേണ്ട കാര്യമില്ല. കാരണം ഇത് പ്രത്യേക രാജ്യമാണ് കേരളം എന്ന് പറയുന്നത്. അവരോടനെ തന്നെ അവരെ 2 പേരെയും നന്നായി മർദ്ദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ കേസിൽ തന്നെ അത് വലിയ കോലാഹലമുണ്ടാക്കിയിട്ടുള്ള കേസാണ്. അത് മെറിൻ ജോസഫാണ് അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്തത്. അത് അവർ കൈകാര്യം ചെയ്ത് കണ്ടെത്തിയൊരു കാര്യം വളരെ വിചിത്രമാണ്. ഇടിയൊക്കെ കൊണ്ടിട്ടുണ്ട്, മർദ്ദനമൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ആ ഏത് കൈകളാണ്, ആരാണ് എന്നുള്ളത് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവർ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട്. അപ്പോൾ അത്തരത്തിൽ മനോഹരമായ റിപ്പോർട്ടുകൾ കൊടുക്കാൻ കഴിവുള്ള ഉദ്യോഗസ്ഥരാണ് ഈ പറയുന്ന 7 അംഗ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ പെട്ടിട്ടുള്ളത്. പിന്നീട് പിന്നീടുള്ളതാണ് ഇതിൻ്റെ ടീം ഹെഡ് എന്ന് പറയുന്നത്, ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് സ്പർജൻ കുമാർ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹം 2015 എൻ്റെ ഓർമ്മ. അദ്ദേഹം ഒരു ലിവിങ് ടുഗദർ ആയിരുന്നു. അദ്ദേഹം 2005 2001 അദ്ദേഹം സർവീസിൽ കയറുന്നത്. അദ്ദേഹം സിവിൽ സർവീസിൽ 175ാമത്തെ റാങ്ക് മേടിച്ച ഒരാളാണ്, മിടുക്കനാണ്. 2005 അദ്ദേഹം ഒരു വനിതയുമായിട്ട് ലിവിങ് ടുഗദർ ആയിരുന്നു. അതൊക്കെ പേഴ്സണൽ വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ആ വനിത പിന്നീട് ഒരു പരാതി കൊടുത്തു. കാരണം ഇദ്ദേഹം ചതിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തു. എന്ന് പറഞ്ഞാൽ അതിൽ ലൈംഗിക പീഡന പരാതിയൊന്നുമില്ല, ചതിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞൊരു പരാതി കൊടുക്കുമ്പോൾ അത് അന്നത്തെ നമ്മുടെ പോലീസിലെ അറിയപ്പെടുന്ന ശ്രീലേഖ IPS ആണ്. ഇപ്പോൾ അവർ യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്നുണ്ട്. ആ ശ്രീലേഖ IPS ആണ് ഇത് അന്വേഷിച്ചത്. അന്വേഷിച്ചതിന് ശേഷം ഇത് വഞ്ചിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ പുറത്ത് എനിക്കറിയില്ല, നിയമപരമായ അതിൻ്റെ പുറത്ത് നടപടിയെടുക്കാനൊന്നും വകുപ്പില്ലാത്തതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. പിന്നീട് അതുമായിട്ടൊന്നും മുന്നോട്ട് പോയില്ല. അപ്പോൾ അത്തരത്തിൽ ഈ സ്പർജൻ കുമാറാണ് ഇത്തരത്തിലുള്ള അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. അതുപോലെ തന്നെ വിഴിഞ്ഞം കലാപത്തെയും ഒക്കെ നേരിടാൻ അദ്ദേഹത്തിൻ്റെ കൈകളുണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു. ഇതൊക്കെ ശരിയാണോ നമുക്കറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളാണ് ഈ ടീമിനെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെയാണ് ഈ കേസുകൾ അട്ടിമറിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഗവൺമെൻറ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന് തൊട്ടു മുമ്പ് തന്നെ ഇങ്ങനെയൊക്കെയുള്ള ഒരു അന്വേഷണത്തിനുള്ള ടീമിനെയാണ് തീരുമാനിച്ചത് ഗവൺമെൻറ് പൂർണ്ണ വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ പോലും ഗവൺമെൻറ് അത് ചട്ടപ്രകാരം ഉത്തരവിറക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, ആ ഉത്തരവ് ഇപ്പോഴും മാധ്യമങ്ങൾക്കോ ബാക്കിയുള്ള ആളുകൾക്കോ ഒന്നും കൊടുത്തിട്ടില്ല. അതിൻ്റെ പിന്നിൽ തന്നെ വളരെ ദുരൂഹമാണ് ഇതെന്താണെന്നുള്ളത്. കാരണം ഇത് ഒന്നാമത്തെ കാര്യം, ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷിക്കാൻ ഗവൺമെൻറ് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. അത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം പുറത്തു വന്നിട്ടുള്ള അഭിമുഖങ്ങളും പല പീഡനം അനുഭവിച്ചവരുടെ വെളിപ്പെടുത്തലുകളെ കുറിച്ചൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന റിപ്പോർട്ടിന് ഉത്തരവിട്ടിട്ടുള്ളത്. അതിൻ്റെ പിന്നിലും ഒരു തട്ടിപ്പുണ്ട്. അത് ഈ പറയുന്ന ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷണം ഉത്തരവിട്ടാൽ ഗവൺമെൻറ്റിന് സംഭവിക്കാൻ പോകുന്ന കുഴപ്പം, അത് പിന്നെ അതിലുള്ള തെളിവുകളൊന്നും മാനിപ്പുലേറ്റ് ചെയ്യൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അതിൽ കൃത്യമായി ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ജസ്റ്റിസ് ഹേമ എന്ന് പറയുന്ന ധീരയായിട്ടുള്ള സത്യസന്ധയായിട്ടുള്ള ജസ്റ്റിസ് വളരെ കൃത്യമായി അതിനകത്ത് അവർ രേഖകളും മൊഴികളും ഒപ്പിട്ട് മേടിച്ചിട്ടുണ്ട്. കൂടാതെ വാട്സപ്പ് ചാറ്റുകളുണ്ട്, കൂടാതെ വീഡിയോ ക്ലിപ്സ് അതിനകത്തുണ്ട്, കൂടാതെ വോയിസ് ക്ലിപ്പുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എക്സിബിറ്റുകളായി നിരവധി ഏതാണ്ട് 400ഓളം പേജുകളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ അതിന്മേൽ ഇനി ഒരു മാനിപ്പുലേഷനോ ഈ പറയുന്ന ആളുകളെ സ്വാധീനിക്കലോ ഒന്നും നടപ്പുള്ള കാര്യമല്ല എന്നറിയാവുന്നതുകൊണ്ട് തൽക്കാലം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി അതിന്മേലുള്ള അന്വേഷണം അങ്ങോട്ട് മാറ്റിവെക്കുകയും വളരെ വിചിത്രമായിട്ട് ഒരു വലിയ റിപ്പോർട്ട് ഒരു കമ്മിറ്റി പഠിച്ചിട്ടുള്ള ഒരു റിട്ടയേർഡ് ഹൈക്കോടതി ജസ്റ്റിസ് ആയിട്ടുള്ള ജസ്റ്റിസ് കെ ഹേമ പഠിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടും അതിൻ്റെ തെളിവുകളും എല്ലാം കയ്യിലുണ്ടായിട്ടും മറ്റേ പ്രതികളായിട്ടുള്ള ആളുകളുടെ പേരുകളടക്കം കയ്യിലുണ്ടായിട്ടും അന്വേഷണം നടത്താതെ പോലും കണ്ടെത്താൻ കഴിയുമായിരുന്നിട്ടും അതിന്മേലൊന്നും അന്വേഷണം നടത്താതെ വളരെ ബുദ്ധിപരമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം വന്നിട്ടുള്ള വെളിപ്പെടുത്തലുകളിൽ മാത്രം അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിരിക്കുന്നു. എന്താണ് ഗുണം എന്നല്ലേ?
ഗുണമെന്താണെന്ന് വെച്ചാൽ ഇനി വരാൻ പോകുന്ന വെളിപ്പെടുത്തലുകളൊക്കെ നടത്തുന്ന ആളുകളെയൊക്കെ കോണ്ടാക്റ്റ് ചെയ്യാനും അവർ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ അതെല്ലാം തന്നെ വേണമെങ്കിൽ തേച്ചു മായ്ച്ച് കളയാനും അവരുടെ പല ഓഫറുകൾ കൊടുത്ത് അവരെ പ്രലോഭിപ്പിക്കാനും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി ഇതിൽ നിന്ന് പിന്മാറ്റാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ് ഒരു കാര്യമെന്ന് പറയുന്നത്. അതൊക്കെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന ജയസൂര്യക്കെതിരെയൊക്കെ പരാതി കൊടുത്തിട്ടുള്ള ചില ആളുകളുടെ അടുത്ത് ചില യൂട്യൂബർമാരൊക്കെ ചെല്ലുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ചില റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അല്ലെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ ചെന്ന് ചില ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഇതൊക്കെ തന്നെ തേച്ചു മായ്ച്ച് കളയാൻ കഴിയും എന്ന് പറയുന്ന ഗൗരവതരമായ ഒരു സാഹചര്യം അവിടെയുണ്ട്. പക്ഷേ ജസ്റ്റിസ് കെ ഹേമയുടെ റിപ്പോർട്ടും അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിലെല്ലാം വളരെ എവിഡൻ്റായി തെളിവുകൾ എടുത്തു വെച്ചേക്കാൻ അതില്ലെന്ന് പറയാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഗവൺമെൻറ് അതിനകത്തേക്ക് അന്വേഷണത്തിന് പോകാത്തത്. ഇതാണ് ഒരു കാര്യം. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ആ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ വരുന്ന ഈ അതിജീവിതകളായി മൊഴികൾ കൊടുക്കാൻ, തെളിവുകൾ കൊടുക്കാൻ വേണ്ടി വരുന്ന ആളുകളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ, അവരുടെ വിശ്വാസ്യത ഇല്ലാതാക്കാൻ തന്നെയുള്ള ഒരു സംഘത്തിനിവിടെ പ്രവർത്തിക്കാൻ കഴിയും. മറ്റതങ്ങനെ പ്രവർത്തിക്കാൻ കഴിയില്ല. കാരണം അവരെല്ലാം ചെയ്തു കഴിഞ്ഞു അവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ചില യൂട്യൂബ് മാധ്യമങ്ങളും വീഡിയോകളും ഇവരുടെ PR ടീമുകളും എല്ലാം തന്നെ ഈ പല അതിജീവിതകളും ചിലരായിട്ട് അടിയുണ്ടാക്കിയിട്ടുണ്ട്. അവർ നേരത്തെ മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്ന ചില അതിജീവിതകളെക്കുറിച്ച് വളരെ രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു ബിഗ് ബോസിലൊക്കെ ചെന്ന്, അവിടെയൊക്കെ തന്നെ ഒരു വല്ലാത്ത ഷോയാണത്, ആ ഷോയിൽ ചെന്ന് വിജയിച്ചൊരുത്തൻ എന്തോ കേരളത്തിൻ്റെ മുഴുവൻ പ്രതിനിധിയായിട്ട് വന്നിരുന്ന് നേരെ ഈ പറയുന്ന ഷിജു എന്ന് പറയുന്ന ഒരു നടനെതിരെ വന്നിട്ടുള്ള പരാതി കൊടുത്തിട്ടുള്ള സ്ത്രീക്കെതിരെ അവർ വളരെ മോശമായിട്ടാണ് പരാതി കൊടുത്തത്, ഒരു തെറി പറഞ്ഞതേ ഉള്ളൂ, ശാരീരിക പീഡനം നടന്നിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. സത്യത്തിൽ ആ പെൺകുട്ടിയാണ് ഏറ്റവും 2021 മുമ്പ് തന്നെ ഈ കൃത്യമായ കാര്യം പറഞ്ഞതാണ്. ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നതാണ്. സിദ്ദിഖിനെതിരെ ഏറ്റവും വലിയ പരാതി കൊടുത്തിട്ടുള്ളത് പെൺകുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം തന്നെ വളരെ കൃത്യമായി ഇവരെ ഇതുപോലെ തന്നെ അവരുടെ വിശ്വാസ്യത തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ചില ആളുകൾ സിദ്ദിഖ് വളരെ നന്നായി പെരുമാറുന്ന ആളാണെന്ന് പറയുന്നു, മണിയമ്പിള്ള രാജു പാവം ഇപ്പോൾ അസുഖമായിട്ടിരിക്കുകയാണെന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹമൊക്കെ അസുഖത്തിന് മുമ്പാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതെന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ വലിയ കുടുംബസ്നേഹികളായിട്ടുള്ള പല നടന്മാരുടെയും പേരുകൾ ഇനി വരാനിരിക്കുന്നു. ഇതെല്ലാം കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഗവൺമെൻറ് ഇത് ഹേമ കമ്മിറ്റിയുടെ പുറത്ത്, റിപ്പോർട്ടിൻ്റെ പുറത്ത് അന്വേഷണത്തിന് ഉത്തരവിടാതെ പകരം ഈ പറയുന്ന അതിനുശേഷം വന്നിട്ടുള്ള വെളിപ്പെടുത്തലുകളിലേക്ക് വന്നിട്ടുള്ളത്. ഇനി ഇതിനും തൊട്ടു മുമ്പത്തേക്ക് പോയാൽ, നമ്മളൊന്ന് എടുത്തു വെച്ചാൽ, ഇതിനിടയിൽ ഒരു കാര്യം നിങ്ങളോട് പറയാൻ പറ്റും. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ളൊരു വോയിസ് ക്ലിപ്പുണ്ട്. അതായത് നമ്മുടെ PV അൻവർ എന്ന് പറയുന്ന സഖാവും അതുപോലെ തന്നെ മറ്റേ പത്തനംതിട്ട SP തമ്മിൽ സംസാരിക്കുന്ന, ഞാൻ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, ഒരു വലിയ വെളിപ്പെടുത്തലുണ്ട്. അതിൽ തന്നെ ഈ പറയുന്ന PS ശശിധരൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ മലപ്പുറത്തെ SP ആയിട്ടിരിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ബാബുരാജിനെതിരെ പരാതിയുള്ള ഒരു വനിത ചെന്ന് പരാതി പറയാൻ ശ്രമിച്ചിട്ട് അദ്ദേഹം മൊഴി രേഖപ്പെടുത്തിയില്ല എന്നതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് ഇതിനകത്ത് യാതൊരുവിധ ആത്മാർത്ഥതയും ഇല്ല എന്ന് ചുരുക്കം. അപ്പോൾ അത്തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ഈ പറയുന്ന ഗവൺമെൻറ് കോടതിയിലും അതുപോലെ തന്നെ 4.5 കൊല്ലം ഗവൺമെൻറ് ഇത് ഒളിച്ചു വെച്ചു എന്ന് നമുക്കറിയാം. ഒളിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒളിച്ചു വെക്കലല്ല. ഇത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 2019 ഡിസംബർ 31-നാണ്. 11 ദിവസങ്ങൾക്ക് ശേഷം തന്നെ വിവരാവകാശ പ്രകാരമുള്ള അപേക്ഷ എത്തിയിരുന്നു ഇത് പുറത്തേക്ക് തരണമെന്ന് ആവശ്യപ്പെട്ട്. അന്ന് മുതൽ ഇത് നിയമസഭയിൽ വെക്കണം, മന്ത്രിക്ക് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് പല പല അഭ്യാസങ്ങളും തരികിടകളും കാണിച്ചുകൊണ്ട് ഇത് വൈകിപ്പിച്ചു എന്ന് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ ഒരു വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ് വന്നു. ആ ഉത്തരവ് വന്നിട്ടുള്ളത് ഇത് പുറത്തേക്ക് വിടാൻ കഴിയില്ല, ചില സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിനുശേഷം പിന്നീട് അപ്പീൽ കൊടുക്കുകയും അത് പിന്നീട് വീണ്ടും അപ്പീൽ കൊടുക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് വിവരാവകാശ കമ്മീഷണർ ധൈര്യപൂർവ്വം ഇതിലെ ചില സ്വകാര്യമായിട്ടുള്ള ഭാഗങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ബാക്കിയുള്ളത് പുറത്തേക്ക് വിടണം എന്നാവശ്യപ്പെട്ടത്. അതിൽ തന്നെ ഗവൺമെൻറ് ഒരു കള്ളക്കളി കാണിച്ചു. കാരണം ഏതാണ്ട് 50ഓളം വരുന്ന ഖണ്ഡികകൾ ഈ പറയുന്ന വിവരാവകാശ കമ്മീഷണർ പറയാത്തതും കൂടി ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ഈ റിപ്പോർട്ട് പുറത്തേക്ക് വിടുന്നത്. ഇനി പുറത്തേക്ക് വിടുമ്പോൾ ഓഗസ്റ്റ് 19-ാം തീയതി 2:35 ഈ റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടത്. അതിനും ഗവൺമെൻറ് കള്ളക്കളി കാണിച്ചത്. കോടതി 7 ദിവസത്തെ സമയം കൊടുത്തിട്ട് 7ാമത്തെ ദിവസം 2:35 ഇത് പുറത്തേക്ക് വിട്ടത്. ആ 2:35 പുറത്തേക്ക് വിടുമ്പോൾ പോലും 1:45 നടി രഞ്ജിനി, ചിത്രത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള നടി രഞ്ജിനിയുടെയും പിന്നെ ഏതൊക്കെയോ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള, ഇപ്പോൾ ഇവിടെ പനമ്പള്ളിയിലുള്ള ഒരു ചായയുടെയൊക്കെ തേയിലയുടെയൊക്കെ ബിസിനസ് നടത്തുന്ന ഒരു സജിമോൻ പാറയിൽ,
ഈ സജിമോൻ പാറയിലിൻ്റെയും ഒക്കെ 2 ഹർജികളിൽ കൂടി എന്തെങ്കിലും ഒരു സ്റ്റേ കിട്ടുമോ, ഇത് വിടാതിരിക്കാൻ പറ്റുമോ എന്ന് അന്വേഷിച്ച് ഏറ്റവും ഒടുവിൽ VG അരുണിൻ്റെ ഉത്തരവ് പ്രകാരം ഒരു നിവൃത്തിയുമില്ലാതെ 7 ദിവസത്തിനകം ഇത് പുറത്തേക്ക് വിട്ടേ പറ്റൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഗവൺമെൻറ് ഇത് പുറത്തേക്ക് വിട്ടത്. അപ്പോഴും ഞാൻ പറഞ്ഞ പോലെ 50 പേജ് ഇത് മാറ്റിവെച്ചിട്ടുണ്ട്. പിന്നെ ഈ സജിമോൻ പാറയിലൊക്കെ കേസിന് പോകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വക്കീൽ എന്ന് പറയുന്നത് സൈബി ജോസ് കിടങ്ങൂർ എന്ന് പറയുന്ന ഒരു വക്കീലാണ്. ഈ വക്കീലിൻ്റെ പേര് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. അതായത് ഹൈക്കോടതിയിലുള്ള ചില വലിയ ന്യായാധിപരുമായിട്ടൊക്കെ വലിയ ബന്ധം സൂക്ഷിച്ചിരുന്നുവെന്നും അവർ തമ്മിലുള്ള ചില കേസുകളുടെ പുറത്ത് സ്വാധീനം ചെലുത്തിയെന്നൊക്കെ പറഞ്ഞ് ആരോപണം നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. പല സിനിമാക്കാരുടെയും വക്കീൽ ഇതാണ്. ഇദ്ദേഹം കോടതിയിൽ പോയി അത്ര കൃത്യമായി വാദിക്കാറുണ്ടോ എന്നും നമുക്കറിയില്ല. പക്ഷേ ഇത്തരത്തിൽ വലിയ ബന്ധങ്ങളുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ സൈബി ജോസ് കിടങ്ങൂരാണ് നമ്മുടെ സജിമോൻ പാറയിലിൻ്റെ ഈ ചായക്കടക്കാരൻ്റെ വക്കീലായിട്ടുണ്ടായിരുന്നത്. കൂടാതെ രഞ്ജിനിയുടെ കേസിൽ പോലും ഈ ഹർജി പരിഗണിക്കാൻ വേണ്ടി എടുത്തിരുന്നുവെങ്കിൽ മുകുൾ റോത്തക്ക് വരെ വരും എന്നാണ് കേട്ടിരുന്നത്. ഈ രഞ്ജിനിയൊക്കെ പറഞ്ഞിട്ടുള്ള വാദം തന്നെ വളരെ വിചിത്രമാണ്. രഞ്ജിനി പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് എൻ്റെ മൊഴി അങ്ങനെ തന്നെയാണോ വരണതെന്ന് അറിയാൻ പാടില്ല, അതുകൊണ്ട് എനിക്ക് വലിയ ആശങ്കയുണ്ട്, നിങ്ങൾ എനിക്കാദ്യം റിപ്പോർട്ട് തന്നെ എന്നിട്ട് വേണം ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ എന്നൊക്കെയാണ്. അങ്ങനെയൊക്കെ ലോകത്തെവിടെയെങ്കിലും ഏതെങ്കിലും രാജ്യത്ത് നടന്നിട്ടുണ്ടോ എന്നറിയില്ല. എന്താണെങ്കിലും ഇന്ത്യയിൽ നടന്നിട്ടില്ല. ഒരു റിപ്പോർട്ട് ഉണ്ടാവുക, ആ റിപ്പോർട്ടിൽ മൊഴി കൊടുത്തവർക്കെല്ലാം ആദ്യം റിപ്പോർട്ട് കൊടുക്കുകയും എന്നിട്ട് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ പറ, എന്നിട്ട് നമ്മൾ തിരുത്താം എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് എടുക്കാൻ പറ്റും. ഇത് കൂടി വന്നാൽ ഇവരുടെ മൊഴിപ്പകർപ്പ് വായിച്ച് കേട്ടിട്ട് ഇവർക്ക് വേണമെങ്കിൽ നടപടി സ്വീകരിക്കാം. പക്ഷെ അതിന് പോലും രഞ്ജിനിയൊക്കെ 4.5 കൊല്ലം എന്തുകൊണ്ട് വെയിറ്റ് ചെയ്തു എന്നുള്ളത് വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ലേഡി സൂപ്പർ സ്റ്റാറിന് വേണ്ടിയിട്ടാണ് ഈ രഞ്ജിനി പരിപാടിക്ക് പോയത് എന്നുള്ളതൊക്കെ നമ്മൾ കേൾക്കുന്നു. ആ ലേഡി സൂപ്പർ സ്റ്റാറിൻ്റെ കമൻറ്റുകൾ നമ്മൾ കണ്ടു. ഇത്തരത്തിലൊരു കാര്യം, അതായത് സെക്ഷൽ ഹരാസ്മെൻറ്റ് സിനിമയിൽ നടക്കുന്നതായിട്ട് കേട്ടുകേൾവി പോലും ഇല്ല എന്നുള്ളതാണ് അവർ കൊടുത്തിട്ടുള്ള മൊഴി. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതാണ് ഈ ഗവൺമെൻറ് കാണിച്ചിട്ടുള്ള കള്ളക്കളികളുടെ കാര്യം. ഇനി ഏറ്റവും ഒടുവിൽ ഇത് തുടങ്ങുന്നതിന് മുമ്പേ ഗവൺമെൻറ് ഒരു കള്ളക്കളി തുടങ്ങിയിരുന്നു. അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അത് ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി എങ്ങനെ ഒരു കമ്മിറ്റിയായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെറ്റിപ്പോയതല്ല, ഇത് സത്യത്തിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ആകേണ്ടതായിരുന്നു. ജുഡീഷ്യൽ കമ്മീഷൻ ആയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു നോട്ടീസ് അയച്ചാൽ ആളുകൾക്ക് വന്നേ പറ്റൂ, വരാതിരിക്കാൻ കഴിയില്ല. വേണമെങ്കിൽ അറസ്റ്റ് ചെയ്ത് പോലും ഹാജരാക്കാനുള്ള ഉത്തരവിടാൻ കഴിയും. അത്തരത്തിലുള്ള അധികാരമുണ്ട് ജുഡീഷ്യൽ കമ്മീഷനായി. പക്ഷേ ഇത് ഒരു വെറും കമ്മിറ്റി ആയതുകൊണ്ട് ഇത് പഠനം നടത്താനുള്ള മാത്രം ഒരു കമ്മിറ്റിയായി ചുരുങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആളുകളെ വിളിക്കാം, സഹകരിക്കണമെന്ന് ആവശ്യപ്പെടാം. അങ്ങനെ സഹകരിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത്. അതുകൊണ്ടാണ് കേവലം 52 പേര് മാത്രം ഇതിനകത്ത് നിന്ന് വന്ന് ഈ പറയുന്ന മൊഴി കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത്. അത് തന്നെ അവരുടെ എല്ലാം മൊഴികൾ വീഡിയോയിൽ റെക്കോർഡൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 52 പേർ മൊഴി കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിലാണ് കേരളം ഇത്രമാത്രം ഞെട്ടിയതെങ്കിൽ, സിനിമയുടെ അധോലോകം പുറത്തേക്ക് വന്നതെങ്കിൽ 600-ലധികം പേർ, ഇതൊരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു, ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്ന് വിചാരിക്കുന്നു, മുഴുവൻ ആളുകളെയും ഒക്കെ വിളിച്ച് മൊഴിയെടുത്തിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഒന്ന്. ഇനി രണ്ടാമത്, ഇത് കമ്മീഷനായുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത് നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കേണ്ടി വരുമായിരുന്നു. ആ നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കുന്നതിൽ നിന്നും ഗവൺമെൻറ് ഒഴിവായത് ഈ പറയുന്ന ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ജുഡീഷ്യൽ അധികാരങ്ങളൊന്നുമില്ലാത്തൊരു കമ്മിറ്റിയാക്കി മാറ്റിയത് കൊണ്ടാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ നമുക്ക് പ്രതീക്ഷിക്കാനുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ്, അത് ഹൈക്കോടതി 10-ാം തീയതി ഇത് പരിഗണിക്കുന്നുണ്ട്. ഹൈക്കോടതിയിലേക്ക് മുദ്രവെച്ച കവറിൽ ഈ നമ്മളൊന്നും കാണാത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ മുഴുവൻ ഭാഗങ്ങളുമായി ഇവർ ചെല്ലേണ്ടി വരും. 400 പേജുകളിൽ അധികം വരുന്ന അനുബന്ധങ്ങളുമായി ചെല്ലേണ്ടി വരും. കൂടാതെ മറ്റ് തെളിവുകളെല്ലാം ഹാജരാക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ വളരെ കൃത്യമായ വിധിയാണ് അവിടെ നിന്നുണ്ടാകുന്നതെങ്കിൽ ഇതിൻ്റെ പുറത്ത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഒരു അന്വേഷണം വരാം. ആ അന്വേഷണത്തിന് വളരെ കൃത്യമായിട്ടുള്ളൊരു ടീമിനെ ഗവൺമെൻറ് ഹൈക്കോടതിക്ക് തിരഞ്ഞെടുക്കാം. അങ്ങനെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞാൽ, കൃത്യമായ അന്വേഷണം നടന്നാൽ, നേരത്തെ പറഞ്ഞതുപോലെയുള്ള 96-ാമത്തെ ഖണ്ഡികയിൽ ഒളിച്ചിരിക്കുന്ന വെൽ നോണായിട്ടുള്ള നമ്മളൊക്കെ വലിയ നല്ലവരാണെന്ന് വിചാരിക്കുന്ന പല താരങ്ങളുടെയും പേരുകൾ പുറത്തേക്ക് വരും. അങ്ങനെ വരുമെന്ന് പറയുന്ന ഒരു പ്രതീക്ഷയോടുകൂടി നമുക്ക് കാത്തിരിക്കാം.